ഞങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റു കേട്ടോ. ഇനി ഒരു പണി എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ല. 7:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് തേണ്ടേ കങ്കാരി കുഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 10 മണിയാവുള്ളൂ ഉറങ്ങാൻ. അതുവരെ ഒരു പണിയും സമാധാനത്തിൽ ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഞാൻ വന്നതുണ്ടല്ലോ, ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. 2 പേരേ കാണുന്നുള്ളൂ. അയാൾ മുട്ടയിട്ടല്ലോ രാവിലെ എഴുന്നേറ്റ, പണിയൊക്കെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. 2 പേരാത്താന്ന് തോന്നുന്നു. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ കണ്ടോ, ഇത് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഞാനിങ്ങനെ ഇവർക്ക് കൊണ്ട് കൊടുക്കുവേ. കാർബ് കൊടുക്കരുതെന്നേ ഉള്ളൂ, അതായത് ചോറ്, കപ്പ, അങ്ങനത്തെ സാധനങ്ങളല്ലേ, അത് കൊടുക്കരുതെന്നേ ഉള്ളൂ. ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ നമുക്ക് കൊടുക്കാം. അതൊക്കെ നല്ലതാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇഷ്ടമാണ്. എന്നും ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. കത്തി 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 അങ്ങനെ തിന്നോളൂ. കഴിച്ചോ? അതെ, ഇത്ര റിച്ചായിട്ട് ജീവിക്കുന്ന വേറെ ഏത് കോഴികളുണ്ട് ഈ ലോകത്ത്? സലാഡ്, ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ നോക്കിക്കേ. ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം കേട്ടോ. പറ്റുവാണെങ്കിൽ 2 മുട്ട വെച്ചിട്ടോ ഡെയിലി. കഴിച്ചോ, വാ ഓടി വാ. അടി കൂടണ്ട, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ അടി കൂടുന്നതിനാ? അപ്പോൾ ഈ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ നമ്മുടെ പയറും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഒന്ന് നോക്കുക. ബീൻസ് ആദ്യം അത്ര നന്നായിട്ട് ഉണ്ടായില്ലെങ്കിലും ഞാൻ പ്രൂണൊക്കെ ചെയ്ത് കുറേ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കിട്ടി തുടങ്ങി കേട്ടോ. കുറേ കിട്ടി. ഓണത്തിന് വെട്ടാനുള്ള വാഴയിലയാണ്, 3-4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര വലുപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സദ്യയൊക്കെ കഴിക്കാം. കണ്ട നല്ല ഭംഗിയില്ലേ? ആദ്യം ഉണ്ടായത് ഇതിപ്പോൾ പൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് അവിടെ നിന്നിണങ്ങി ഇരിക്കുന്നുണ്ട്. ഈ വർഷം അതിൻ്റെ വിത്തെടുത്ത് വെക്കണം.